നമസ്കാരം, KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സാന്ത്വനത്തിന്റെ സഹായഹസ്തവുമായി മലയാളത്തിന്റെ പ്രിയ നായിക കാവ്യ മാധവൻ. സാമ്പത്തിക സഹായം കളക്ടർക്ക് കാവ്യ കൈമാറി. ഫാസിസത്തെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കണമെന്ന് നോവലിസ്റ്റ് NS മാധവൻ. T. ഉബൈദ് നിലകൊണ്ടത് സ്വന്തം നാടിനെ പ്രകാശപൂരിതമാക്കാനായിരുന്നുവെന്നും മാധവൻ. സ്നേഹത്തിനു മുമ്പിൽ എല്ലാ വികാരങ്ങളും പരാജയപ്പെടുമെന്ന് സംവിധായകൻ ലാൽ ജോസ്. തന്റെ സിനിമകൾ സംസാരിച്ചത് സ്നേഹത്തെയും മാനവികതയെയും കുറിച്ചാണ് എന്നും ലാൽ ജോസ്. വിവേകാനന്ദ ട്രസ്റ്റ് ജനുവരി 12 നാടിനായി തുറന്നുകൊടുക്കും. കർണാടക മുൻ മുഖ്യമന്ത്രി യെഡിയൂരപ്പ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഗുണ്ടാ നേതാവ് കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായത് ഉപ്പള സ്വദേശി കാളിയ റഫീഖ്. വിശദമായ വാർത്തകളിലേക്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള 1 ലക്ഷം രൂപ നടി കാവ്യ മാധവൻ ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറിന് കൈമാറി. പ്രസ് ക്ലബിലായിരുന്നു പരിപാടി. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവണമെന്നും കാവ്യ മാധവൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള 1 ലക്ഷം രൂപയാണ് ശനിയാഴ്ച 4 മണിക്ക് പ്രസ് ക്ലബിൽ വെച്ച് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറിന് കൈമാറിയത്. താൻ നൽകുന്ന ഈ തുക മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകണം. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സഹായിക്കുക എന്നത് ഈ ജില്ലക്കാരിയായ എൻ്റെ കർത്തവ്യമായി കാണുന്നു എന്നും കാവ്യ പറഞ്ഞു. ഇപ്പം നമുക്കെന്നറിയാം, കാസർഗോഡ് ജില്ലയിൽ പെട്ട തന്നെ ഇത് എൻ്റെ ഒരു നല്ല മനസ്സായിട്ട് അങ്ങനെയൊന്നും അല്ല ഇതിനെ കാണേണ്ടത്. ഞാൻ ഈ കാസർഗോഡ് ജില്ലക്കാരി എന്നുള്ള രീതിയിൽ എനിക്കിതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എവിടെയും നമുക്ക് കാണാൻ പറ്റും നമ്മളെ കാസർഗോഡുള്ള ആൾക്കാർ. അതും ജീവിതത്തിലായാലും തൊഴിൽപരമായിട്ടെല്ലാം നല്ല വിജയിച്ച അവസ്ഥയിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ ഒരുപാട് പേർക്ക് ഇതൊരു പ്രചോദനമാണ്. നമ്മളെ നാട്ടുകാർ മാത്രം തന്നെ വിചാരിച്ചാൽ മതിയെന്ന് തോന്നുന്നല്ലേ. ഇത് കാസർഗോഡിൻ്റെ ദുഃഖം എന്ന് മാത്രം പറഞ്ഞതിന് ഒതുക്കേണ്ട ഒരു കാര്യമല്ല. ഇതിപ്പോൾ എല്ലാ ജനങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഇതൊരു വേദന തന്നെയാണ്. ആർക്കും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, ADM H. ദിനേശൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, എൻഡോസൾഫാൻ സെൽ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജയശ്രീ, ഫൈനാൻസ് ഓഫീസർ കുഞ്ഞമ്പു നായർ, കാവ്യയുടെ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ഫാസിസത്തെ ചെറുക്കാൻ പ്രദേശങ്ങളുടെ ചരിത്രവും ഭാഷയും വിചാരങ്ങളും ഉയർന്നുവരണമെന്ന് നോവലിസ്റ്റ് NS മാധവൻ പറഞ്ഞു. തളങ്കരയിൽ സംഘടിപ്പിച്ച തിരുമുറ്റത്ത് പരിപാടിയുടെ ഉദ്ഘാടനത്തിനിടെയാണ് മാധവൻ ഇക്കാര്യം പറഞ്ഞത്. തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1991-92 SSLC ബാച്ച് സംഘടിപ്പിച്ച പരിപാടിയാണ് തിരുമുറ്റത്ത്. 4 നാൾ നീണ്ടുനിൽക്കുന്ന സാഹിത്യ സംഗമത്തിനും കലാപ്രദർശനത്തിനും ഗുരുവാദരത്തിനും കുടുംബസംഗമത്തിനും ഈ വേദി സാക്ഷ്യം വഹിക്കുന്നു. കവിയും അധ്യാപകനും പ്രഭാഷകനുമായിരുന്ന T. ഉബൈദിനുള്ള സമർപ്പണം കൂടിയാണ് തിരുമുറ്റത്ത് എന്ന ഈ പരിപാടി. പ്രശസ്ത എഴുത്തുകാരനായ NS മാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കാലമാണിതെന്നും അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒറ്റ ഭാഷ, ഒറ്റ ശബ്ദം, ഒറ്റ ഭക്ഷണം എന്ന ആജ്ഞയെ എതിർക്കപ്പെടേണ്ടതാണെന്നും NS മാധവൻ പറഞ്ഞു. നമ്മുടെ പ്ലേറ്റിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെല്ലാം പകരം താൻ പറയുന്ന ഒരു ഭക്ഷണം. ഈ ഒരു പ്രവണതയ്ക്കാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ അതിനെ ചെറുത്ത് നിൽക്കുന്നത് ബഹുസ്വരതയാണ്, പ്രദേശങ്ങളാണ്, ഈ പ്രദേശങ്ങളുടെ ഭാഷയാണ്, അതിൻ്റെ വിചാരങ്ങളാണ്. ഈ അന്തസത്ത കാത്തു സൂക്ഷിക്കുവാൻ ഉള്ള ഒരു കാലടിവയ്പായിട്ടാണ് ഞാൻ ഈ തിരുമുറ്റത്ത് എന്ന വളരെ ശ്ലാഘനീയമായ പരിപാടിയെ കാണുന്നത്. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. അംബികാസുധൻ മാങ്ങാട്, പ്രകാശ് ബാരെ, റുഖിയ, TE അബ്ദുള്ള, TA ഷാഫി, TA അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തന്റെ സിനിമകൾ സംസാരിച്ചത് മാനവികതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മാത്രമായിരുന്നുവെന്ന് സംവിധായകൻ ലാൽ ജോസ്. തളങ്കരയിൽ സംഘടിപ്പിച്ച തിരുമുറ്റത്ത് പരിപാടിയിൽ പഴയകാല അധ്യാപകരെ ആദരിക്കൽ ചടങ്ങിനിടെയാണ് ലാൽ ജോസ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. തളങ്കര ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂളിലെ 1991-92 SSLC ബാച്ചിൻ്റെ 25ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ആദ്യകാല അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു.
25 വർഷം മുമ്പ് പഠിപ്പിച്ച അധ്യാപകരെയെല്ലാം തിരികെ അതേ സ്കൂളിലെത്തിക്കാൻ കഴിഞ്ഞത് അന്നത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിലെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ലാൽ ജോസ് പറഞ്ഞു. ആളുകൾ നമ്മളെ മുഖത്തേക്ക് സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, നമ്മളെ കൈയടിച്ച് സ്വീകരിക്കുക എന്ന് പറയുന്നത്, ഇതിൽ അപ്പുറം എന്താണ് ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പണ്ടൊരു കഥയുണ്ട്, യയാതി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കഥയുണ്ട്, പലർക്കും അറിയാം. യയാതി ജീവിത സുഖങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ ഒരു സന്യാസി അദ്ദേഹത്തെ ശപിച്ചു. ജരാനരകൾ വന്നു പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അപ്പം യവനം നഷ്ടപ്പെട്ട യയാതിക്ക് ജീവിതാസക്തി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ യയാതി പറഞ്ഞു, ഇങ്ങനൊരു കാര്യം എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. സ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ലാൽ ജോസ് പറഞ്ഞു. കാസർഗോഡ് കേന്ദ്രമായി രജിസ്റ്റർ ചെയ്ത വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ജനുവരി 12 ചൊവ്വാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് വിവേകാനന്ദ ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മുൻ കർണാടക മന്ത്രി BS യെഡിയൂരപ്പ MP-യാണ് ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സാമൂഹ്യ സാംസ്കാരിക കലാ വിദ്യാഭ്യാസ മേഖലകളിൽ സേവനം നടത്തുന്നതിനായി രൂപീകരിച്ചതാണ് വിവേകാനന്ദ ട്രസ്റ്റ്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 പരിപാടി നടത്തുക. ഈ ചടങ്ങിൽ വെച്ച് ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നളിൻ കുമാർ കട്ടീൽ MP നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകൃതമായിട്ടുണ്ട്. ആ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ ജനുവരി 12 ചൊവ്വാഴ്ച രാവിലെ 10:30 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ട്രസ്റ്റ് ഉദ്ഘാടനം കർണാടക മുൻ മുഖ്യമന്ത്രി ശ്രീ BS യെഡിയൂരപ്പയാണ് നിർവഹിക്കുന്നത്. ഈ ട്രസ്റ്റിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം അതേ ദിവസം നടക്കും. വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് കർണാടക മുൻ മന്ത്രി ഇപ്പോഴത്തെ MP-യുമായിട്ടുള്ള ശോഭ കരന്തലാജെയാണ്. ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ, BMS സംസ്ഥാന സെക്രട്ടറി P. മുരളീധരൻ, കർണാടക മുൻ മന്ത്രി ശോഭ കരന്തലാജെ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ N. സതീശൻ, CV പൊതുവാൾ, സെക്രട്ടറി KN വേണുഗോപാൽ, ട്രഷറർ രവീന്ദ്ര കറന്തക്കാട്, K. കരുണാകരൻ നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു. ഗുണ്ട നേതാവ് കാളിയ റഫീഖിനെതിരെ കാപ്പ ചുമത്തി. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. റഫീഖ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് തടവിലുള്ളത്. കൊലക്കേസ് അടക്കം 25ഓളം കേസുകൾ പ്രതിയാണ് കാലിയ റഫീഖ്. ഉപ്പള സ്വദേശിയ റഫീഖിനെ മഞ്ചേശ്വരം SIP പ്രമോദിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇതോടെ 6 മാസത്തേക്ക് പ്രതിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അടുത്തിടെ കസായി അലിയും കാലിയ റഫീഖും പരസ്പരം വെടിയുതിർത്തിരുന്നു. ഈ കേസിലാണ് റഫീഖിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസയുടെ നിർദ്ദേശപ്രകാരമാണ് മഞ്ചേശ്വരം SI കാപ്പ ചുമത്തിയത്. അലിക്കെതിരെയും കാപ്പ ചുമത്തും. ഗുണ്ടാ നിയമപ്രകാരം ജയിലിലടച്ചാൽ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗുണ്ടാ സംഘങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഉപ്പള നിവാസികൾ. ഇവരെ നിലക്ക് നിർത്തുന്നതിന് പകരം ഇവരോട് അയഞ്ഞ സമീപനമാണ് അധികാരികൾ കാട്ടുന്നത് എന്ന പരാതി നിലനിൽക്കുകയായിരുന്നു. രണ്ടുപേരെയും കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നതോടെ ഈ ആക്ഷേപങ്ങൾക്ക് സാധുത ഇല്ലാതാകും. ഉദ്യാവര 1000 ജമാഅത്ത് അങ്കണത്തിൽ നടക്കുന്ന ഉറൂസിന് തുടക്കമായി. പാണക്കാട് മുഹമ്മദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആധുനിക യുഗത്തിൽ ജീവിക്കുന്നവർ നബിയുടെ മാർഗം പിന്തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉറൂസിന് മുന്നോടിയായി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അത്താവുള്ള തങ്ങൾ പതാക ഉയർത്തി. 14 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം പാണക്കാട് മുഹമ്മദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്ത് ചെയ്തിട്ടുള്ള സേവനം അത് ഏറെ സുദീർഘമായ സേവനമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവരുടെ വിയോഗത്തിന് ശേഷവും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അംഗീകാരവും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള മഹത്വവും ദൃഷ്ടാന്തമായി നമുക്ക് കാണിച്ചിരിക്കുകയാണ്. ഉദ്യാവാര സംയുക്ത ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ യുവജന സമൂഹത്തിലുണ്ടാക്കുന്ന അശാന്തിയെ ദൂരീകരിക്കാൻ കഴിയുമെന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. അത്രാടി ഖാസി BK അബൂബക്കർ മുസ്ലിയാർ, ഉദ്യാവാര ജമാഅത്ത് ഖത്തീഫ് അബ്ദുൽ സലാം മദനി, മോനു ഹാജി, കുഞ്ചത്തൂർ ഖത്തീഫ് ആഷിർ ഫാമിലി, പൊസോട്ട ജമാഅത്ത് പ്രസിഡന്റ് ബാവ ഹാജി തുടങ്ങി 33 ജമാഅത്ത് ഖത്തീഫുകളുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും സംബന്ധിച്ചു. തുടർന്നുള്ള എല്ലാ ദിവസവും മതപ്രഭാഷണം നടക്കും.
56ാമത് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. കലാകിരീടം ഹോസ്ദുർഗ് ഉപജില്ല നേടി. സമാപന സമ്മേളനം PB അബ്ദുൾ റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. ജനുവരി 4 മുതൽ 8 വരെ GHSS കാസർഗോഡിൽ നടന്നുവന്ന ജില്ലാ കലോത്സവത്തിന് തിരശ്ശീല താഴ്ന്നു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ഹോസ്ദുർഗ് 736 പോയിന്റുമായി ഇത്തവണയും മുന്നിലാണ്. പങ്കെടുത്ത മിക്ക ഇനങ്ങളിലും തിളങ്ങാൻ കഴിഞ്ഞുവെന്നതാണ് ദുർഗയുടെ വിജയത്തിന്റെ സുപ്രധാന ഘടകം. ആതിഥേയരായ കാസർഗോഡ് ഉപജില്ലയാണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് ചെറുവത്തൂർ ഉപജില്ലയാണ്. മൊത്തം 8 വേദികളിലായി വിവിധങ്ങളായ മത്സര ഇനങ്ങളാണ് അരങ്ങേറിയത്. സമാപന സമ്മേളനം PB അബ്ദുൾ റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പരിപാടി ഒരു ഉത്സവമാക്കി മാറ്റുന്നത്. മെറിറ്റ് മാർക്കുകൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം സിനിമാ കലാകാരന്മാരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വാർത്തെടുക്കുന്നതിന് ഇതൊരു മുതൽക്കൂട്ടാക്കുന്നുണ്ട്. കൂടാതെ കലാകാരന്മാർ ഒരിക്കലും സമാധാനികളായിരിക്കും, എടുത്തുചാട്ടക്കാരായിരിക്കില്ല, ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരിക്കില്ല. കലാകാരന്മാരെന്നും എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മദ്യം, മയക്കുമരുന്ന്, പുകയില വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കലോത്സവ വേദിയിലെ പവലിയൻ ജനശ്രദ്ധ പിടിച്ചുപറ്റി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ NG രഘുനാഥന്റെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. P കരുണാകരൻ MP അടക്കമുള്ള നിരവധി പേർ ഇവിടെ എത്തി തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി. പഴയ കാലത്ത് പ്രായമുള്ളവരും പിന്നെ ഇടക്കാലത്ത് യുവാക്കളുമൊക്കെയാണ് ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചു വന്നത്. ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വളരെ ദയനീയ സ്ഥിതി എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിലേക്ക് പോലും ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിപത്ത് വളരെ ഭയാനകമായ സ്ഥിതിയിലേക്ക് സമൂഹത്തിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ പുതിയ തലമുറയെ നമുക്കിതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും നല്ല ഒരു ഭാവി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ വ്യാപൃതരായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ കാടങ്കോട് നടന്ന ജില്ലാ യൂണിവേഴ്സിറ്റി വളരെ പരിമിതമായ ചില ഒരു പരീക്ഷണം എന്നുള്ള അർത്ഥത്തിൽ അത് നമ്മൾ നടപ്പിലാക്കുകയും വളരെ നല്ല പ്രതികരണം, അതായത് രക്ഷിതാക്കളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വന്നുണ്ടായ പ്രതികരണം ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളുമൊക്കെ തന്നെ ഇത് വളരെ വിപുലമായി കൊണ്ടു നടക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരമൊക്കെ തന്നെ ഈ വർഷം ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ ചെറിയൊരു ഫണ്ട് കൂടി ഇതിലേക്ക് ഞങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ശില്പങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പുകയില, മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവിലെ എല്ലാ സംഗതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരുടെ വചനങ്ങൾ, മഹത് ഗ്രന്ഥങ്ങളിലെ വചനങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് ജനഹൃദയങ്ങളിലേക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ചും കടന്നു ചെല്ലാൻ സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ശ്രമിച്ചത്. ഇങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് വരും തലമുറയെ നല്ല രീതിയിലേക്ക്, നല്ല ഭാവിയിലേക്ക് നയിക്കാൻ വേണ്ടി സാധ്യമാകുള്ളൂ. കുട്ടികളുടെ ഭാവിയാണ്, അല്ലെങ്കിൽ വരും തലമുറയുടെ ഭാവിയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. റിസൾട്ട് ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾക്കില്ല. മറിച്ച് വരും കാലഘട്ടങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അനുഭവപ്പെടാൻ സാധ്യമാകും. ജനുവരി 12-ന് സംസ്ഥാന വ്യാപകമായി അധ്യാപകരും ജീവനക്കാരും സൂചനാ പണിമുടക്ക് നടത്തും. 10ാം ശമ്പള പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെയും ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ടുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതിനെതിരെയുമാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ചെർക്കള കല്ലടുക്ക സംസ്ഥാന പാതയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജനുവരി 12-ന് ചക്രസ്തംഭനം നടത്തുമെന്ന് സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച 11 മണി മുതൽ 11:30 വരെയാണ് പരിപാടി. റോഡ് റീടാർ ചെയ്യണമെന്ന് പലതവണ നിവേദനം നൽകിയിരുന്നുവെങ്കിലും അനുകൂല നടപടി ഇല്ലാത്തതിനാലാണ് ചക്രസ്തംഭനം സംഘടിപ്പിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബദിയടുക്ക യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സമരസമിതി രൂപീകരിച്ചത്. സമരസമിതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വാഹന ഉടമകളും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും അംഗങ്ങളാണ്. ചെർക്കള കല്ലടുക്ക സംസ്ഥാന പാത ഏകദേശം 52 കിലോമീറ്റർ ദൂരമാണുള്ളത്. നിരവധി വാഹനങ്ങൾ അനുദിനം കടന്നുപോകുന്ന ഈ റോഡ് ഇന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ചെർക്കള മുതൽ സാറടുക്ക അതിർത്തി വരെ 30 കിലോമീറ്റർ കേരള സർക്കാരിൻ്റെതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ CRF ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് മെക്കാഡൺ ടാറിംഗ് ചെയ്തിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷം റീടാറിംഗ് ചെയ്യാത്തത് കൊണ്ട് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി തീർന്നിരിക്കുകയാണെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഈ സമരം 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് തുടങ്ങും. പിന്നെ നെല്ലിക്കട്ട, ബദിയടുക്ക, പെർള 3 കേന്ദ്രങ്ങളിലാണ് ഞങ്ങൾ റോഡ് ഉപരോധം, അത് വെറും 10 നിമിഷമാണ് റോഡ് ഉപരോധം ചെയ്യുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഞങ്ങളുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള
ഒരു യോഗം പോലെ ഞങ്ങൾ റോഡ് സൈഡിൽ ഒരു അരമണിക്കൂറിൻ്റെ പരിപാടിയായിട്ട് ഞങ്ങൾ കൊണ്ടുവരും. അരമണിക്കൂറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇതുമൂലം MLAക്കും സർക്കാരിനും ഒരു ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ SN മയ്യ, അഹമ്മദ് ഷെരീഫ്, B അബ്ദുൾ റഹ്മാൻ, സുബ്ബരായ ഭട്ട് നീർച്ചാൽ, കുഞ്ചാർ മുഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സാന്ത്വനത്തിന്റെ സഹായഹസ്തവുമായി മലയാളത്തിന്റെ പ്രിയ നായിക കാവ്യ മാധവൻ. സാമ്പത്തിക സഹായം കളക്ടർക്ക് കാവ്യ കൈമാറി. ഫാസിസത്തെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കണമെന്ന് നോവലിസ്റ്റ് NS മാധവൻ. T ഉബൈദ് നിലകൊണ്ടത് സ്വന്തം നാടിനെ പ്രകാശപൂരിതമാക്കാനായിരുന്നുവെന്നും മാധവൻ. സ്നേഹത്തിനു മുമ്പിൽ എല്ലാ വികാരങ്ങളും പരാജയപ്പെടുമെന്ന് സംവിധായകൻ ലാൽ ജോസ്. തന്റെ സിനിമകൾ സംസാരിച്ചത് സ്നേഹത്തെയും മാനവികതയെയും കുറിച്ചാണ് എന്നും ലാൽ ജോസ്. വിവേകാനന്ദ ട്രസ്റ്റ് ജനുവരി 12 നാടിനായി തുറന്നുകൊടുക്കും. കർണാടക മുൻ മുഖ്യമന്ത്രി യെഡിയൂരപ്പ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഗുണ്ടാ നേതാവ് കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായത് ഉപ്പള സ്വദേശി കാളിയ റഫീഖ്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.